തെരഞ്ഞെടുപ്പ് ഫലം വരാൻ 9 ദിവസം മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ കൗണ്ട് ഡൗൺ, കേരളത്തിൻ്റെ കൗണ്ട് ഡൗൺ ഒറ്റയക്കത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് സവിശേഷത. അത് ആകാംക്ഷയുടെ ഒറ്റയക്കമാണ്. ഈ 9 ദിവസം എന്ന് പറയുന്നത് കേരളം കാത്തിരിക്കുന്ന വലിയ റിസൾട്ടിൻ്റെ കൗണ്ട് ഡൗൺ ആണ്. പക്ഷെ അതിനകത്ത് ഏറ്റവും രസകരമായ, ഒരേ സമയം രസകരവും കൗതുകകരവും രാഷ്ട്രീയമായി പ്രത്യേക തരത്തിൽ ഇൻട്രസ്റ്റിങ്ങുമായ ഒരു കാര്യം, കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായി ഭരിക്കുന്ന LDFിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന 10 വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന UDF, അവർ ആകാംക്ഷയുടെ മുൾമുനയിലല്ല, മറിച്ച് അവർ അടുത്ത മുഖ്യമന്ത്രിയും മന്ത്രിസഭയും രൂപീകരിക്കുന്നതിന് തിരക്കിലാണ്. ഈ രസകരവും കൗതുകകരവും പൊളിറ്റിക്കലി അതീവ ഇൻട്രസ്റ്റിങ്ങുമായ ഒരു ഡെവലപ്മെൻ്റാണ് കേരളം ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ഒരു കണ്ടുപഠിക്കേണ്ടതാണ്, അല്ലെങ്കിൽ സാമൂഹ്യ ശാസ്ത്രജ്ഞർ കണ്ടുപഠിക്കാനുള്ള ഒരു മെറ്റീരിയലായി എടുത്തു വെക്കേണ്ടതാണ്, ഉദാഹരിക്കേണ്ടതാണ്. എന്താണ് ഇത്ര പോസിറ്റീവ് ആകാൻ പൊളിറ്റിക്കലി കുറേ ആളുകൾക്ക് എങ്ങനെ കഴിയും എന്നുള്ളത്. തമാശയായിട്ട് പറയുകയാണെന്ന് വിചാരിക്കേണ്ട. അതായത് ഞങ്ങൾ ജയിച്ചിരിക്കുന്നു എന്ന് തീരുമാനിച്ചുകൊണ്ട് തമ്മിലടിക്കുക, അതിൻ്റെ ഒരു രസമുണ്ടല്ലോ. ഞങ്ങൾ ജയിച്ചിരിക്കുന്നു, ജയിക്കാൻ പോകുന്നു, ഞങ്ങൾ മാത്രമാണ് ജയിക്കുക, ഞങ്ങളാണ് ജയിക്കുക എന്ന് തീരുമാനിച്ചുകൊണ്ട് ഒരു കസേരയ്ക്ക് വേണ്ടി പലർ 3 ഭാഗത്തോ 4 ഭാഗത്തോ നിന്ന് പിടിവലി നടത്തുക. CPM നേതാവ് മുൻമന്ത്രിയുമായ MM മണി പറഞ്ഞതുപോലെ കസേരയ്ക്ക് പകരം മുഖ്യമന്ത്രിക്കിരിക്കാൻ ബെഞ്ച് വേണം. ആ ലെവലിലല്ല കാര്യങ്ങളെ കാണേണ്ടതെന്നാണ് തോന്നുന്നത്. അതിന് പകരം മുഖ്യമന്ത്രി ആകാൻ കുറേ പേർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു, അവരെ തടയാൻ ആർക്ക് കഴിയും എന്നുള്ളതാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെയും കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെയും സവിശേഷത. അതിലേക്ക് കടന്നാൽ ഇപ്പോഴത്തെ ഒരു പുതിയ ഡെവലപ്മെൻറ്റ് കൂടി പറഞ്ഞാൽ, KC വേണുഗോപാലിന് വേണ്ടി നടത്തുന്ന ചരടുവലികൾ അതിൻ്റെ മൂർധന്യത്തിലാണ്. അത് പറയുമ്പോൾ രമേശ് ചെന്നിത്തലയെ RC എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫാൻസ് നടത്തുന്ന ക്യാമ്പയിനും അതിൻ്റെ പീക്കിൽ തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശന് വേണ്ടി നടത്തുന്ന പ്രചാരണങ്ങൾ, പ്രൊപ്പഗാൻഡകൾ, പിന്നാമ്പുറ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തെ ഉയർത്തുക, അതും അതിൻ്റെ വഴിക്ക് കാര്യമായി തന്നെ നടക്കുന്നു. അപ്പോൾ ആരാണ് ഫ്രണ്ട് റണ്ണർ? അങ്ങനെയുണ്ടല്ലോ, ഒരു കാര്യത്തിന് വേണ്ടി ഒന്നിലധികം പേർ ഓടുമ്പോൾ ആരാണ് മുന്നിലോടുന്ന ആൾ എന്നൊരു ചോദ്യം സാധാരണ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തി ഇല്ലാത്ത വിധം 3 പേരും കിതച്ചുകൊണ്ട് ഒരേ ലെവലിലോടുകയാണ്. പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെയും കോൺഗ്രസ് നിയമസഭാ കക്ഷിയുടെയും പിന്തുണ നേടി മത്സരിക്കാത്ത KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകും എന്ന പ്രചാരണം മുൻകൈ നേടിയിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ മാറിമറിച്ചിലിൻ്റെ ഒരു സാന്ദർഭികമായ കാര്യങ്ങൾ പറയുകയാണ്. കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് നമ്മൾ പറയുമ്പോൾ RC ക്യാമ്പയിനായിരുന്നു മുന്നിൽ. അതിന് തൊട്ട് മുമ്പ്, ഇലക്ഷൻ കഴിഞ്ഞതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ സതീശൻ ക്യാമ്പയിനായിരുന്നു. സതീശന് വേണ്ടിയുള്ള ഓട്ടങ്ങളും ശ്രമങ്ങളും എഴുത്തും വർത്തമാനങ്ങളുമായിരുന്നു മുന്നിൽ. ഇത് മാറി വന്നേക്കാം. ഇപ്പം നാളെ മറ്റന്നാളും കൂടെ കഴിഞ്ഞാൽ ദിവസങ്ങൾ അടുക്കും തോറും ഒരു 6-7 ദിവസങ്ങളൊക്കെ ആകുമ്പോൾ വീണ്ടും സതീശൻ മേൽക്കൈ, തൊട്ട് ദിവസം രമേശ് മേൽക്കൈ, അതിൻ്റെ പിറ്റേ ദിവസം KC വേണുഗോപാൽ. അവസാന റൗണ്ടിൽ ആരാകും മുഖ്യമന്ത്രി എന്നറിയാനാണ് കേരളത്തിലെ ആളുകൾ കാത്തിരിക്കുന്നത്. പക്ഷേ അതിനകത്തൊരു രസമുണ്ട്. UDF തന്നെയാണ് അധികാരത്തിൽ വരിക എന്ന് ഇവർ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. വോട്ട് ചെയ്ത ജനങ്ങളിൽ ബഹുഭൂരിപക്ഷത്തിൻ്റെ തീരുമാനം അവർക്ക് അനുകൂലമാണ് എന്ന് വിചാരിക്കുന്നത് അവർ മാത്രമാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും PB അംഗവുമായ പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും അടക്കമുള്ള ആളുകൾ അവരുടെ എഴുത്തിലും വർത്തമാനങ്ങളിലും ഇൻ്റർവ്യൂകളിലും ഒക്കെ പറയുന്നത് LDF മികച്ച ഭൂരിപക്ഷത്തോടെ തിരിച്ചു വരും എന്നാണ്. CPMൻ്റെ ജനറൽ സെക്രട്ടറി MA ബേബി പറയുന്നത് വലിയ ഭൂരിപക്ഷമില്ലെങ്കിലും LDF തന്നെയാണ് വീണ്ടും വരിക എന്നാണ്. LDFിൻ്റെ അഭ്യുദയകാംക്ഷികളല്ലാത്ത സാധാരണ രാഷ്ട്രീയ നിരീക്ഷകരായ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ചോദിച്ചാലും LDF ഭേദപ്പെട്ട തിരിച്ചുവരവ് നടത്തും എന്നാണ് പറയുന്നത്. പക്ഷേ ആത്മവിശ്വാസത്തിൻ്റെ കൊടുമുടിയിൽ നിന്നുകൊണ്ട് കോൺഗ്രസ് തമ്മിലടിക്കുകയാണ്, ഞങ്ങൾ ആരാകണം മുഖ്യമന്ത്രി എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്, സാമൂഹിക ശാസ്ത്രജ്ഞർ എടുത്തു വെക്കേണ്ട പ്രത്യേക തരത്തിലുള്ള ഒരു ജീനാണ് കോൺഗ്രസിൻ്റേതെന്നും. ഇവർ എന്തിൻ്റെ പേരിലാണ്
ഈ തലതല്ലി കീറുന്നത്? ഇത്രയ്ക്ക് കോൺഫിഡൻസിൻ്റെ രഹസ്യം എന്താണ്? ഒന്നുമില്ല, വെറുതെ ഇരിക്കുകയാണ്, എന്നാൽ പിന്നെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചേക്കാം, നിരാശരായിരിക്കേണ്ട, നല്ല പ്രത്യാശാഭരിതമായി തന്നെ ഇരുന്നേക്കാം എന്ന് വിചാരിക്കുന്നു. അത് രസകരമാണ്. അപ്പോൾ കോൺഗ്രസ് കേരള രാഷ്ട്രീയത്തെ രസകരമായി നിലനിർത്തുന്നു. അതിനിടയ്ക്ക് ആ രസത്തിൻ്റെ കൂടെ ഒരു അധിക രസം കൂടി ഇന്ന് വന്നിട്ടുണ്ട്. മുസ്ലിം ലീഗ് നേതൃയോഗം ചേർന്നു. എന്നിട്ട് PMA സലാം, ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി, പറഞ്ഞത് UDF യോഗം ചേർന്നിട്ട് ഇലക്ഷൻ ഫലം വന്ന ശേഷം UDF യോഗം ചേർന്നിട്ട് ലീഗിൽ നിന്ന് മുഖ്യമന്ത്രി വരട്ടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേണ്ടെന്ന് പറയില്ല എന്നാണ്. അതാണ് ഏറ്റവും രസകരമായ പുതിയ ഈ മണിക്കൂറിലെ എന്ന് ചാനലുകാർ പറയുന്നത് പോലെ ഈ നിമിഷങ്ങളിലെ ഏറ്റവും രസകരമായ വർത്തമാനം. UDF എന്ന് പറയുന്നത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു മുന്നണിയാണ്. എല്ലാ കാലത്തും ആ മുന്നണിയിൽ കൂടുതൽ സീറ്റുകൾ മത്സരിക്കുന്നത് കോൺഗ്രസ്സാണ്. സ്വാഭാവികമായും കൂടുതൽ സീറ്റുകൾ ജയിക്കുന്നതും കോൺഗ്രസ്സാണ്. മുസ്ലിം ലീഗ് രണ്ടാമത്തെ കക്ഷിയാണ്. ഒരു മുന്നണിയിൽ LDF ആണെങ്കിലും UDF ആണെങ്കിലും NDA ആണെങ്കിലും ഒരു മുന്നണിയിലെ മുഖ്യമന്ത്രി സ്ഥാനം, താക്കോൽ സ്ഥാനങ്ങൾ ആ മുന്നണിയെ നയിക്കുന്ന ഏറ്റവും കൂടുതൽ സാമാജികരുള്ള പാർട്ടിക്കാണല്ലോ. അപ്പോൾ കോൺഗ്രസ്സിനാണ് സ്വാഭാവികമായും മുഖ്യമന്ത്രി സ്ഥാനം കിട്ടേണ്ടത്. എങ്കിൽ ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ വേണ്ട എന്ന് പറയില്ല എന്ന് പറയുന്നതിൻ്റെ രഹസ്യം എന്താണ്? അത് വരില്ല എന്ന തോന്നലാണോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലെ, ലീഗിൻ്റെ പ്രസ്താവന അതേപടി ഏറ്റുപറയാൻ നമുക്കെന്താ? അവർ അങ്ങനെയുള്ള ഒരു ആത്മവിശ്വാസം അമിതമായി കാണിക്കുന്നത് വരില്ല എന്ന തോന്നലിൽ നിന്നാണോ? അപ്പോൾ കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസം പ്രതീക്ഷയും ലീഗിനില്ലേ? ഇതൊക്കെ ചേർന്ന ഒറ്റയക്കത്തിൻ്റെ പേരാണ് 9 ദിവസങ്ങൾ. നാളെ കഴിഞ്ഞാൽ 8, 7, 6 അങ്ങനെ കുറഞ്ഞ് മെയ് 4 പ്രഭാതം പൊട്ടിവിടരുമ്പോൾ ആരാണ് ചിരിക്കുക? CPM-ഉം LDF-ഉം പിണറായി വിജയൻ അടക്കമുള്ളവരാണോ? UDF-ഉം കോൺഗ്രസും ലീഗും സതീശനും ചെന്നിത്തലയും KC വേണുഗോപാൽ അടക്കമുള്ളവരാണോ? അതിൽ തന്നെ ഹൈക്കമാൻഡ് നൂൽക്കെട്ടി ഇറക്കാൻ ശ്രമിക്കുന്ന KC വേണുഗോപാലിൻ്റെതായിരിക്കും അവസാന ചിരി. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയതാണ് കേരള രാഷ്ട്രീയത്തിൻ്റെ ഈ ദിവസങ്ങളിലെ ചടുലത. രസകരമായി നോക്കിയിരിക്കാം നമുക്ക്. നന്ദി, നമസ്കാരം.